അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടതിൻ്റെ ശേഷമായിട്ട് ആത്മാർത്ഥമായിട്ട് അൽഹംദുലില്ലാ എന്ന് പറയാൻ മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലോ. വെള്ളിയാഴ്ച ദിവസം ദുആക്ക് ഉത്തരം കിട്ടുന്ന ടൈമുകളുണ്ട്. ഞാൻ ഓരോ വെള്ളിയാഴ്ചയും പറയാറില്ലേ, അസറിൻ്റെ ശേഷമായിട്ട് നമ്മൾ ദിക്റായിട്ടും സ്വലാത്തായിട്ടും ഒക്കെ നിയ്യത്താക്കി ചൊല്ലി അതിൻ്റെ ശേഷം അള്ളാഹുവിലേക്ക് നമ്മുടെ സങ്കടങ്ങൾ വിഷമങ്ങൾ എന്താണോ നമ്മൾ പറയുന്നത് ആ ഒരു പ്രയാസം അള്ളാഹു ഇന്നത്തെ രാത്രിക്കുള്ളിൽ ഒരു സന്തോഷ വാർത്തയായിട്ട് നിങ്ങൾ കേൾക്കും. അപ്പോൾ ഇൻഷാ അല്ലാ നല്ല മനസ്സോട് കൂടിയിട്ട് ഞാൻ ഇന്ന് പറയുന്ന കാര്യം നിങ്ങൾ ചെയ്തു നോക്കണം കേട്ടോ. ഒരുപാട് പേര് പലവിധ തരത്തിലുള്ള ഇടങ്ങേറുകളുമായിട്ടാണ് ജീവിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായിട്ട് ടെൻഷൻ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടണമെങ്കിലോ പണം നിർബന്ധമാണ് അല്ലേ? ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ പണം അത്യാവശ്യമാണ്. നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ നിത്യേനയുള്ള കാര്യത്തിന് തന്നെ പണം ഒരുപാട് ആവശ്യമുണ്ടാവും. പിന്നെയൊക്കെ ഒരു വീട്ടിലായിട്ട് 2-3 മക്കളൊക്കെ പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവർക്കും എന്നും പണത്തിൻ്റെ ഓരോ കാര്യങ്ങളുണ്ടാവും. അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്നും നമ്മൾ അവർക്ക് കൊടുക്കണം. അപ്പോൾ അങ്ങനെ തുടങ്ങി അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുന്ന സമയത്ത് അതിലേറെ പൈസ വേണം. അങ്ങനെ ഓരോരോ കാര്യം ഇങ്ങനെ നമ്മൾ ബുദ്ധിമുട്ടും പ്രയാസവുമായിട്ടാണ് ഒരുപാട് പേര് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ രാവുകളൊക്കെ ദിവസങ്ങൾ ദുആക്ക് ഉത്തരം കിട്ടുന്ന ദിവസങ്ങൾ രാവുകൾ ഇങ്ങനെയുള്ള ദിവസമൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക? പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുക, സ്വലാത്തുകൾ അധികരിപ്പിക്കുക, ദിക്റുകൾ ധാരാളമായിട്ട് ചൊല്ലുക. അപ്പോൾ ഇൻഷാ അല്ലാ ഇന്ന് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ചൊല്ലേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഞാൻ ഇന്ന് പറയുന്നത്. ഈ പറയുന്ന കാര്യം നല്ല ആത്മാർത്ഥമായിട്ട് ഒരൊറ്റ തവണ തന്നെ നിങ്ങൾ ചൊല്ലി അള്ളാഹുവിനോട് എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള വേദന പ്രയാസം എന്താണോ അള്ളാഹുവിനോട് പറയുന്നത് ആ ദുആ അള്ളാഹ് കേൾക്കും. അതിനുള്ള ഉത്തരം അള്ളാഹു ഇന്നത്തെ രാവിലെ തന്നെ ഇന്നത്തെ രാത്രി തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഫലം കാണാൻ കഴിയും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ പറയുന്നത് ആയത്തുൽ കുർസി ഉണ്ടല്ലോ, അതറിയാത്തവരാരുമില്ലല്ലോ. നമുക്ക് ഒരുമിച്ച് ഒരു തവണ ഓതിയാലോ ആയത്തുൽ കുർസി? നിങ്ങൾക്കിതാ ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടോ. ആയത്തുൽ കുർസി ഞാൻ ഒരു കാര്യം പറയാം, ഇത് പറയുന്നതിന് മുന്നേ ആയിട്ട് ഈ ആയത്തുൽ കുർസി ഉണ്ടല്ലോ രാവിലെ നിങ്ങൾ ഒരു തവണയോ അല്ലെങ്കിൽ ഒരു 3 തവണയോ നിർബന്ധമായിട്ട് നിങ്ങൾ ഇത് ഓതണം. ഞാൻ പറഞ്ഞതാണ് വീഡിയോയിൽ. അതെന്താണെന്നറിയോ? നമുക്ക് ആപത്ത് മുസീബത്ത് അപകടങ്ങൾ അതിൽ നിന്നൊക്കെ അള്ളാഹു നമ്മുടെ കാത്ത് രക്ഷിക്കും. 70,000 മലക്കുകൾ നമ്മളെ കാവൽ നിൽക്കുമെന്നാണ് ഈ ആയത്തുൽ കുർസി ഓതിയാൽ. അതുകൊണ്ട് സുബഹിൻ്റെ ശേഷമൊക്കെ ആയിട്ട് ആയത്തുൽ കുർസി 3 തവണ ഓതാൻ കഴിയില്ലെങ്കിൽ ഒരൊറ്റ തവണ ഓതുക. അതുപോലെ തന്നെ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഒരൊറ്റ തവണ. ഞാൻ ഓരോ ഫർള് നമസ്കാരത്തിൻ്റെ ശേഷവും ഈ ആയത്തുൽ കുർസി ഉണ്ടല്ലോ ഇത് ഞാൻ 3 തവണ ഓരോ ഫർള് നമസ്കാരത്തിൻ്റെ ശേഷവും അൽഹംദുലില്ലാ ഞാൻ ഇതുവരെ ഓതിപ്പോരാറുണ്ട്. ഒരുപാട് തട്ടൽ മുട്ടൽ അങ്ങനെയുള്ള കാര്യത്തിൽ നിന്നൊക്കെ അത്ഭുതമായിട്ടുള്ള ഫലവും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്നും വേണ്ട, നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് തട്ടിമറിഞ്ഞ് വീഴാൻ പോവുക, അത്ഭുതമായിട്ട് ആ വീഴ്ചയിൽ നിന്ന് അള്ളാഹ് നമ്മളെ കാക്കും. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ നമ്മൾ എങ്ങോട്ടെങ്കിലും യാത്ര നിങ്ങൾ പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ആയത്തുൽ കുർസി ഒരൊറ്റ തവണ ഓതിയിട്ട് അങ്ങോട്ട് പോവുക. പിന്നെ ഒരു റാഹത്തുള്ള പോക്കായിരിക്കും. നമ്മൾ എവിടെ പോയി വന്നാലും ആ 70,000 മലക്കുകളുടെ കാവൽ നമുക്കുണ്ടാവും. അപ്പോൾ ഇൻഷാ അല്ലാ അത് നിങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആയത്തുൽ കുർസി ഒരൊറ്റ തവണ നമുക്ക് ഓതാം. ഞാൻ ഇതവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗമും ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഈതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിയ കുർസിയുസ് സമാവാതി വൽ അർള വലാ യഹൂദുഹു ഇഫ്ലുഹുമാ വഹുവൽ അലിയുൽ അലീം എന്ന ആയത്തുൽ കുർസി ഇന്ന് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം 3 തവണ നിസ്കാര പായയിൽ ഇരുന്നാണ് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ അങ്ങനെ ചൊല്ലാം.
അത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അള്ളാനെ മനസ്സിലോർത്ത് നല്ല വിശ്വാസത്തോടെ പ്രതീക്ഷയോടുകൂടി ഓതി നിങ്ങളെ മനസ്സിലുള്ള സങ്കടം ഒരുപാട് കാര്യമല്ലോ, ഒന്നോ രണ്ടോ കാര്യം എന്താണ് വല്ലാണ്ട് മനസ്സ് പ്രയാസപ്പെടുന്നത്, വേദനിക്കുന്നത്, ആരോട് പറയാൻ പറ്റാത്ത പ്രയാസത്തിലാണോ നിങ്ങൾ? മനസ്സ് നീറുകയാണോ? മനസ്സാകെ പ്രയാസപ്പെട്ട് ഒന്നിനും പൂതിയില്ലാതെ ആകെ ജീവിതം എനിക്ക് വേണ്ട എന്നൊക്കെ തോന്നിയിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും അള്ളാനെങ്ങനെ നിങ്ങൾ മനസ്സിലോർക്കുക. നിസ്കാരപ്പായയിൽ ഇരുന്നാണെങ്കിലും മതി കേട്ടോ. ഇനിയിപ്പോൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും അങ്ങനെയും മതി. നിസ്കാരപ്പായയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തനിച്ചിരുന്ന് വേറെ ഒന്നും സംസാരിക്കാതെ ഈ 3 ഒരുമിച്ച് ഓതുന്ന സമയത്ത് ഇനി മക്കളോ ആരെങ്കിലും വന്ന് വിളിച്ചാൽ നിങ്ങൾ സംസാരിക്കണ്ട, അതിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഓതുന്നതിൻ്റെ മുന്നേ തന്നെ അള്ളാനെ കണ്ണടച്ചിരുന്നു കൊണ്ട് അള്ളാനെ ഒന്ന് മനസ്സിലോർക്കുക. അല്ലാഹ് 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 അള്ളാഹ്നങ്ങനെ ഓർക്കുക. റബ്ബൻ്റെ മുന്നിലുണ്ട്, അള്ളാഹിൻ്റെ മുന്നിലിരുന്നാണ് ഞാൻ ഇത് ചൊല്ലുന്നത് എന്ന മനസ്സോട് കൂടിയിട്ട് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തും വലാ നൗമും ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഈതുന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിയ കുർസിയുസ് സമാവാതി വല്ലർള വലാ യഹൂദുഹു ഇഫ്ലുഹുമാ വഹുവൽ അലിയുൽ അലീം എന്ന് 3 തവണ അങ്ങോട്ട് ഓതുക. അതിൻ്റെ ശേഷം അള്ളാഹിനോട് നിങ്ങളെ മനസ്സിലുള്ള ആ ഇടങ്ങേറ് അള്ളാഹിനോട് നിങ്ങൾ ദുആ ചെയ്യുക. ആ രാത്രി കൊണ്ട് നിങ്ങൾ ആ പ്രയാസം, നിങ്ങൾക്ക് ആ വിഷമം മാറിക്കിട്ടും. അല്ലെങ്കിൽ ആഗ്രഹം, ആവശ്യം എന്താണ് നിങ്ങളെ മനസ്സിലുള്ളത് ആ കാര്യത്തിന് വേണ്ടി ഇന്നത്തെ അസർ നമസ്കാരം കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ബാങ്ക് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം, നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ആയത്തുൽ കുർസി ഓതി നിങ്ങളെ മനസ്സിൽ വേദനപ്പെടുത്തുന്ന പ്രയാസപ്പെടുന്ന ആ കാര്യം അള്ളാഹിനോട് ദുആ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും അതിനുള്ള ഫലം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. അള്ളാഹു നമുക്ക് ഇത് ആത്മാർത്ഥമായിട്ട് ഓതാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പം നിസ്കരിക്കാൻ പറ്റാത്തവരാരെങ്കിലും ഇത് കേൾക്കുന്നവരുണ്ട് എങ്കിൽ ദിക്റാണ് എന്ന മനസ്സോട് കൂടിയിട്ട് നിങ്ങൾക്കിത് ചൊല്ലാം. ആയത്തുൽ കുർസി ഇതൊരു ദിക്റാണ് എന്ന രീതിയിൽ എന്ന മനസ്സോട് കൂടിയിട്ട് ഇത് ഓതാവുന്നതാണ് കേട്ടോ. ഞാനൊക്കെ ഓതാറുണ്ട്. ഇതൊരു ദിക്റാണ്, അല്ലാണ്ട് ആയത്തുൽ കുർസി ഓതാഞ്ഞാൽ നമുക്കെന്തൊക്കെയോ ഒരു പ്രയാസമൊക്കെ വരുന്ന സമയമുണ്ടല്ലോ, ഒരാവിടുക, ഒരു ക്ഷീണം, എനിക്ക് കിടക്കാൻ തോന്നുന്നു, എനിക്കൊന്നിനൊരു മൂടില്ല, ഒന്നിനും കിടക്കാൻ തന്നെ തോന്നുന്നത്, ബെറ്റ് കണ്ടാൽ അതിലേക്ക് പോയി കിടക്കണം, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അല്ലേ. എന്തൊക്കെയോ ഇടങ്ങേറ് മനസ്സിന്, എന്നാലും ആലോചിച്ചിട്ട് ഒരു ബുദ്ധിമുട്ട് ഞങ്ങളുടെ ജീവിതത്തിലില്ല, എന്നാലും എന്തൊക്കെയോ ഒരു ഇടങ്ങേറാണ്. അങ്ങനെയൊക്കെ ഉള്ളവരെന്ത് ചെയ്യുക, ഈ ആയത്തുൽ കുർസി നിങ്ങൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുക്കുക. 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഈ ആയത്തുൽ കുർസി ഓരോ തവണയും ഓതിക്കഴിഞ്ഞിട്ട് ഇഷ്ഫി 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 എന്ന് പറഞ്ഞ് ആ ഗ്ലാസ്സിലേക്ക് ഊതുക. വീണ്ടും അടുത്ത ആയത്തുൽ കുർസി ഒരു തവണ ഓതുക. എന്നിട്ട് വീണ്ടും ഇതേപോലെ 3 തവണ ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതുക. മൂന്നാമത്തേതും ഓതിയിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ് 3 തവണ ഊതുക. എന്നിട്ട് ബിസ്മി അങ്ങോട്ട് ചൊല്ലിയിട്ട് ഈ ആയത്തുൽ കുർസി ഇങ്ങനെ കുടിക്കുക. എന്നിട്ട് അതിൽ കുറച്ച് ബാക്കി വെച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങളെ മേലൊക്കെ ഒന്നായിട്ട് ഇങ്ങനെ ഒന്നിങ്ങനെ തടവുക. ഒരു മാറ്റം നിങ്ങൾക്ക് കിട്ടും. എന്തോ ഒരു കെട്ടിക്കൂട്ടിൽ നിന്ന് ഒരു രക്ഷപ്പെട്ട ഒരു നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. നമ്മൾ ആരോ പിടിച്ച് മുറുക്കിയിട്ട ഒരവസ്ഥ, ഒന്നിനും മൂടില്ലാത്തൊരവസ്ഥ, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവും. ചിലപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും എനിക്കുണ്ടാവാറുണ്ടെന്ന്. ഉണ്ടാവും. അതൊക്കെ ശൈത്താൻ്റെ ഒരു പ്രയാസമാണ്. അവർ നമ്മളെങ്ങനെ ഇട്ട് മുറുക്കി കെട്ടി വെക്കുകയാണ്. സുബൈൻ്റെ ശേഷം നമ്മൾ അഥവാ ഇനി സുബൈ ബാങ്ക് കഴിഞ്ഞിട്ട് ഒന്ന് കിടന്ന് സുബൈ ബാങ്കിന് എണീക്കാൻ നോക്കിയാൽ എന്ത് ചെയ്യും, നമുക്ക് എണീക്കാൻ കഴിയില്ല. ഒരു 4 മണിയൊക്കെ ആകുന്ന സമയത്ത് നിങ്ങൾ എണീച്ചാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് എണീറ്റ് പോരാ. ആ സുബൈ ബാങ്ക് ആവുന്ന സമയത്ത് എണീക്കാൻ കഴിയില്ല. നല്ല ഉറക്കം നമുക്ക് കിട്ടും. കാരണം അവർ പേപ്പിക്കാണ്. കിടന്നോ പറഞ്ഞ് സുഖിപ്പിച്ച് തരും. അതിൽ നിന്ന് നമ്മൾ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറഞ്ഞ് കെട്ടയച്ച് അങ്ങോട്ട് എണീച്ച് പോരണം. അവർ കെട്ടിക്കൂട്ടിയിടുകയാണ് നമ്മൾ, നിസ്കരിക്കണ്ട ഉറങ്ങിക്കോന്ന്. അതിൽ നിന്ന് എന്ത് ചെയ്യുക, ഔദും ബിസ്മി അങ്ങോട്ട് ചൊല്ലിയിട്ട് അവരെ കെട്ട് പൊട്ടിച്ചടന്ന് എണീച്ചെടുത്ത് പോരുക. അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു ഉത്തമ മരുന്നാണ് ഈ ആയത്തുൽ കുർസി. ഒരുപാട് ഷെറ്, ഞാൻ പറഞ്ഞില്ലേ, പിശാച്, അങ്ങനെയുള്ള ഓരോ പ്രയാസത്തിൽ നിന്നൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ആയത്തുൽ കുർസി ഓതി കുടിച്ചാൽ നിങ്ങൾക്ക് മാറ്റം കിട്ടും. അതുപോലെ തന്നെ ജിന്ന് സൂറത്തില്ലേ,
അറിയില്ലേ? പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലുള്ള ജിന്ന് സൂറത്ത്. ആ സൂറത്തും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മഗ്‌രിബിൻ്റെ ശേഷമായിട്ട് ഓതിയിട്ട് അര ഗ്ലാസ് വെള്ളത്തിൽ ഊതി കുടിക്കുക. ഒരൊറ്റ പ്രാവശ്യം ജിന്ന് സൂറത്ത് ഓതിയാലും മതി, അല്ലെങ്കിൽ 3 തവണയായിട്ട്. അതൊക്കെ നിങ്ങളൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരിച്ചിട്ടോ. അപ്പോൾ അറിയാത്തവർക്കായിട്ടാണ് ഞാൻ ഇത് പറഞ്ഞു തന്നത്, നിങ്ങൾക്ക് ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ട്. ഒരുപാട് പേരുണ്ടാവും ഇങ്ങനെ പ്രയാസപ്പെടുന്നവർ. എനിക്കറിയാവുന്ന ഒരു സഹോദരി എന്നോട്, എൻ്റെ സഹോദരിയല്ല, എൻ്റെ കൂട്ടുകാരിയാണ്. അവളെപ്പോൾ ഫോൺ വിളിക്കുന്ന സമയത്തും ഭയങ്കര ആവിയിടലാണ്. അവളോട് ഞാൻ ഇത് പറഞ്ഞു കൊടുത്തിട്ട് എന്നോട് പറഞ്ഞു, ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ ആവിക്ക് എന്ന്. ക്ഷീണത്തിന് മാറ്റമുണ്ട്, ഞാൻ ദിവസവും ഇത് കുടിക്കും. അത് ദിവസവും നമ്മൾ ചെയ്യണം, അല്ലാതെ ഒരൊറ്റ ദിവസം കൊണ്ട് ആ പ്രയാസം മാറിക്കിട്ടും എന്നല്ല കേട്ടോ പറയുന്നത്. ദിവസമായിട്ടും ഇങ്ങനെ ഒരു മഗ്‌രിബിൻ്റെ സമയത്തൊക്കെയാണ് വല്ലാണ്ടൊരു പ്രയാസം വരിക അല്ലേ? അല്ലെങ്കിൽ ബാങ്ക് കൊടുത്തിട്ട് നിസ്കരിച്ചിട്ടില്ല, നമ്മൾ ഇനി എവിടെയെങ്കിലും ഇരിക്കുകയാണ്, നിസ്കരിക്കണ്ടെന്ന് ഇങ്ങനെ തോന്നും. അങ്ങനെയുള്ളൊക്കെ ഒരു പ്രയാസം, നിസ്കരിക്കാൻ മടി ഒക്കെ ഉള്ളവർ ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ ഞാൻ ഈ പറഞ്ഞ ആയത്തുൽ കുർസിയോ അല്ലെങ്കിൽ ജിന്ന് സൂറത്തോ നിങ്ങൾ ഓതിയിട്ട് ആ വെള്ളം കുടിക്കാൻ നോക്കി. ഒരുപാട് ദിവസം, ഒരാഴ്ച 2 ആഴ്ച ഒക്കെ കുടിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കതിന് മാറ്റം വരുന്നത് കാണാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്ന് അസറിൻ്റെ ശേഷം പറഞ്ഞ ആയത്തുൽ കുർസി നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യമോ ആഗ്രഹമോ മനസ്സിൽ വെച്ചിട്ട് നിയത്താക്കി നല്ല ആത്മാർത്ഥതയോട് കൂടി വേറെ ഒന്നും സംസാരിക്കാതെ ഒറ്റ ഇരുത്തത്തിലിരുന്ന് ഈ ആയത്തുൽ കുർസി 3 എണ്ണം ഓതുക. എന്നിട്ട് നിങ്ങളെ മനസ്സിലുള്ള കാര്യം അള്ളാഹിനോട് പറയുക. ഞാൻ പറഞ്ഞില്ലേ, ഓതുന്നതിന് മുന്നേ കണ്ണടച്ച് പിടിച്ച് അള്ളാഹിനെ കുറച്ച് വിളിക്കുക. അല്ലാ അല്ലാ അല്ലാ, അള്ളാഹിനെ ഇങ്ങനെ മനസ്സിൽ ഓർത്തെടുക്കുക. എന്നിട്ട് അള്ളാഹ് എൻ്റെ മുന്നിലുണ്ട് എന്നൊരു മനസ്സോട് കൂടിയിട്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ നമുക്കിന്നും 3 ഫാത്തിഹ ഓതല്ലേ, മുത്തുറസൂലിൻ്റെ പേരിൽ ആ ഒരു ബർക്കത്ത് നമുക്ക് കിട്ടട്ടെ. മുത്തുറസൂലിൻ്റെ ഒരു ബർക്കത്ത് നമുക്ക് കിട്ടട്ടെ, ഇന്ന് ദുനിയാവെന്നും അതുപോലെ തന്നെ നാളെ ആഖിറത്തിൽ നമുക്ക് ഉപകാരമാവട്ടെ. എല്ലാവരും ഒരുമിച്ച് ഓതട്ടോ. ഫാത്തിഹ ഓതാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോളി. ഇലാ ഹളറത്ത് റൂഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. لا حول ولا قوة إلا بالله العلي العظيم. 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 حسبنا الله ونعم الوكيل. 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 حسبنا الله ونعم الوكيل.
വക്കീൽ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ യാ ദൽ ജലാലി വൽ ഇക്റാം 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 ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 اللهم صل على محمد يا رب صل عليه وسلم അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബേ, ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ അത് നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാ. അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ ചെയ്തു പോയ തെറ്റ് നീ പൊറുക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങൾ ചെയ്യുന്ന അമലിന് ഇന്ന് ദുനിയാവെന്നും നാളെ ആഖിറത്തെന്നും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കല്ല. ഞങ്ങൾ ഈ ചൊല്ലുന്ന സ്വലാത്തൊക്കെ നാളെ ഞങ്ങൾക്ക് ഖബറിൽ നീ ഉപകാരമാക്കി തരണേ അല്ലാ. ഞങ്ങളെ ദിക്ർ നാളെ മഹ്ശറയിൽ ഞങ്ങൾക്ക് ഉപകാരമുള്ള അമലാക്കി മാറ്റി തരണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ കൂട്ടത്തിൽ ഒരുപാട് പേര് പലവിധ വിഷമങ്ങൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും മനസ്സ് വേദനിക്കുന്നവരാണ്. റബ്ബേ, നിനക്കറിയാലോ അല്ലാ. അവരുടെ ജീവിതം നീ സമാധാനവും സന്തോഷവും ആക്കി കൊടുക്കല്ല. നിരവധി പേരാണ് ഓരോ വീഡിയോൻ്റെ താഴെ ദുആ ചെയ്യാൻ പറയാറുള്ളത്. റഹ്മാനെ, അവരുടെ സങ്കടങ്ങൾ എന്താണെങ്കിലും അത് നീ പെട്ടെന്ന് സമാധാനത്തിലാക്കി കൊടുക്കല്ല. കടം കൊണ്ട് പ്രയാസമാണെങ്കിൽ കടം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം അവരെ മുന്നിൽ നീ കാണിച്ചു കൊടുക്കല്ല.
റഹ്മാനെ മനസ്സിന് സമാധാനം നൽകണേ അല്ലാ, മനസ്സിന് സമാധാനം നൽകണേ അല്ലാ, മനസ്സിന് സമാധാനം നൽകണേ അല്ലാ. റബ്ബേ, എന്തൊക്കെ തരത്തിലുള്ള വേവലാതികളും പ്രയാസങ്ങളും പ്രശ്നവും ഉള്ളവരാണെന്ന് നിനക്കറിയാലോ. എല്ലാത്തിനും നീ സമാധാനം നൽകല്ല, സന്തോഷം നൽകല്ല. ഞങ്ങളെ വീടിൽ നീ ഹൈറും ബർക്കത്തും ചൊരിയണേ അല്ല. ഞങ്ങളെ മക്കളെ ദീനിൻ്റെ മക്കളാക്കണേ അല്ല. റബ്ബേ, ദുനിയാവിൽ നിന്നും നാളെ ആഖിറത്തിൽ നിന്നും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന മക്കളാക്കണേ റഹ്മാനായ റബ്ബേ. ഞങ്ങൾ ചൊല്ലുന്നതിലും പറയുന്നതിലും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നീ പുറത്ത് മാപ്പാക്കി തരണേ അല്ല. അറിവില്ലായ്മ കൊണ്ടുവരുന്നതാണല്ല, കരുതിക്കൂട്ടി ചെയ്യുന്നതല്ല റഹ്മാനെ. റബ്ബേ, നീ പുറത്ത് മാപ്പാക്കി തരണേ അല്ല. ഒരുപാട് പേര് ഇതിൽ ആമീൻ പറയുന്നുണ്ടല്ലോ അല്ല. റബ്ബേ, ഞങ്ങളെ ആമീനി സ്വീകരിക്കല്ല. റബ്ബേ, ഞങ്ങളെ ദുആനെ നീ തട്ടിക്കളയല്ലേ റഹ്മാനെ. നീ സ്വീകരിക്കണേ അല്ല, നീ സ്വീകരിക്കണേ അല്ല, നീ സ്വീകരിക്കണേ റഹ്മാനായ റബ്ബേ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ നിങ്ങളോട് ഒരുപാട് ദിവസമായി ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വലാത്ത് ചൊല്ലിന് കൂടാൻ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കട്ടോ. എന്നാൽ നമുക്ക് എന്ത് ചെയ്യുക, ദിവസവും ഒരു മഗ്‌രിബിൻ്റെ ശേഷമായിട്ട് ഒരു 300 313 അല്ലെങ്കിൽ ഒരു 101 എത്ര എണ്ണം ഒരു സ്വലാത്തിൻ്റെ മജ്‌ലിസ് നമുക്ക് തുടങ്ങാം. ഇൻഷാ അല്ലാ, നല്ല കാര്യമല്ലേ. നമുക്ക് ഇന്ന് ദുനിയാവിലല്ല നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു കാര്യമല്ലേ. മുത്ത് റസൂലിൻ്റെ പേരിൽ എല്ലാവരും ഒരുമിച്ച് സ്വലാത്ത് ചൊല്ലൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ട് സ്വലാത്ത് മജ്‌ലിസ് ഞങ്ങൾ കൂടും ഇൻഷാ അല്ലാ തുടങ്ങണം എന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. എല്ലാവരും ഉണ്ടെങ്കിൽ ഞാൻ അതിലല്ലാതെ ഞാൻ സ്വന്തമായിട്ടാണ് ചൊല്ലാറുള്ളത്. അപ്പോൾ ഇത് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടത്തിൽ ചൊല്ലാലോ. ലൈവായിട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ടൊക്കെ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ആക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കട്ടോ. ഇൻഷാ അല്ലാ നമ്മുടെ സങ്കടങ്ങളൊക്കെ അങ്ങനെ മാറട്ടെ. ആ സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ വിഷമങ്ങളൊക്കെ അള്ളാഹു, നമ്മൾ ഒരുപാട് പേര് ഒരുമിച്ചല്ലേ ചൊല്ലുക, എന്നിട്ട് നമുക്ക് ദുആ ചെയ്യുക. അങ്ങനത്തെ ഒരു മജ്‌ലിസ് ഒരുപാട് ദിവസമായി എന്നോട് 2-3-4 പേരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടെങ്കിലാണ് എനിക്കത് ചൊല്ലൽ. എല്ലാം എൻ്റെ സമയം ഞാൻ എന്താ തിരക്കിട്ട സമയമാണ് ഒരു മഗ്‌രിബിൻ്റെ ശേഷമൊക്കെ, നിങ്ങൾക്കൊക്കെ അറിയില്ലേ. അപ്പോൾ ആ ഒരു സമയം അതിനായിട്ട് ഞാൻ വീഡിയോ എടുക്കാനും അത് എഡിറ്റ് ചെയ്യാനും അതൊക്കെ ഒരുപാട് സമയം പോകുന്ന ഒരു പരിപാടിയാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ട് എങ്കിൽ ഇൻഷാ അല്ലാ നമുക്ക് തുടങ്ങാം. അള്ളാഹു അതൊരു ഹൈറാക്കി തരട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.